ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ കോഴിക്കോട് സ്വദേശികളായ 2 പേർ പിടിയിലായിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ വാർത്ത. കാക്കനാട് സ്വദേശിയിൽ നിന്ന് 4 കോടി തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിന് പിന്നാലെ ഉത്തരേന്ത്യൻ സംഘത്തെ ഇവരാണ് സഹായിച്ചതെന്നുള്ളതാണ് കണ്ടെത്തൽ. ബിനിലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിനിൽ, നമ്മൾ ആദ്യമൊക്കെ ഇതൊക്കെ പുറത്തുനിന്നുള്ളവരാണ് ചെയ്യുന്നത്, മറ്റ് സംസ്ഥാനക്കാരാണെങ്കിലും മറ്റു രാജ്യക്കാരാണ് ചെയ്യുന്നതെന്നൊക്കെയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇവിടെ തന്നെ മലയാളികൾ തന്നെ ഈ സംഘത്തിലുണ്ട് എന്ന് വ്യക്തമായി. ഇവരൊക്കെ തന്നെയാണോ ഇവിടുത്തെ ആളുകളെ കൃത്യമായി സ്പോട്ട് ചെയ്ത് ഈ കള്ള സംഘങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്? ദിവിഷ, അക്കാര്യത്തിലൊക്കെ കൂടുതൽ പരിശോധന വേണ്ടിവരും. എന്തായാലും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കോഴിക്കോട് സ്വദേശികളായ മിസ്ഹാപ്പും അതോടൊപ്പം തന്നെ മുഹമ്മദ് മുഹ്സീനുമാണ്. ഇവർ 2 പേരും ഈ ഉത്തരേന്ത്യൻ സംഘത്തിൻ്റെ കണ്ണികളാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഡിജിറ്റൽ ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ നടന്നു വരികയാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനടക്കം പരസ്യം നൽകേണ്ടി വരുന്നത്. കോടിക്കണക്കിന് രൂപയാണ് പലരുടെയും പറ്റിച്ചു കൊണ്ടുപോകുന്നത്. നമുക്ക് പലരെയും പല പ്രമുഖരെയും പറ്റിച്ചു കൊണ്ടുപോകണം. അവരൊക്കെ വളരെ നിസ്സാരമായി പറ്റിച്ചു കൊണ്ടുപോകുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഉത്തരേന്ത്യയിലെ വലിയൊരു സംഘം തന്നെയാണ്. പക്ഷേ ഈ അന്വേഷണമൊക്കെ ചെല്ലുമ്പോൾ കൃത്യമായും അതിൻ്റെ കിങ് പിന്നിലേക്ക് എത്താൻ കഴിയാറില്ല പലപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായി വരുന്നത്. പക്ഷേ അപ്പോൾ നമുക്ക് മുന്നിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നത് ഇവർക്ക് എങ്ങനെയാണ് ഇത്രയധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ കഴിയുന്നത്? ഈ ബാങ്കുകാരൊന്നും ഇവരുടെ KYC ഒന്നും പരിശോധിക്കുന്നില്ലേ? ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു നൽകുകയാണോ? ഇതൊക്കെയാണ് നമ്മൾക്ക് സ്വാഭാവികമായി ഉയർന്നു വരുന്ന ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്നതാണ് പോലീസ് പറയുന്നത്. അതായത് ഈ ഡിജിറ്റൽ അറസ്റ്റ് സംഘത്തിന് ഈ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പണം മാറ്റിയെടുക്കാൻ സഹായിക്കുന്നവരാണ് ഈ കോഴിക്കോട് സ്വദേശികളെന്നാണ് കൊച്ചി സൈബർ പോലീസ് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് ചെറിയ കമ്മീഷൻ ഇതിനകത്ത് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ 2 പ്രതികളെയും ചോദ്യം ചെയ്തതിൽ നിന്ന് അവർ പറയുന്നത് 48,000 രൂപയാണ് ഈ 4 കോടിയുടെ തട്ടിപ്പിൽ അവർക്ക് കമ്മീഷനായി കിട്ടിയത് എന്നതാണ് അവർ പറയുന്നത്. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്ന് ഒരു 12 ലക്ഷത്തിന്റെയും ഒരു 6 ലക്ഷത്തിന്റെയും ഒരാളൊക്കെയാണ് സാധാരണ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇതിന് അനുഭവിക്കുന്നത്. നമ്മൾ മുൻപും പലപ്പോഴും ചർച്ചയൊക്കെ എടുത്തിട്ടുണ്ട്.